സർവീസായ ഓർക്കുട്ടിൽ മഹാത്മജിയെ അപമാനിച്ചുകൊണ്ടുള്ള കമ്മ്യൂണിറ്റികൾ പ്രചരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ജയ്ഹിന്ദ് ടിവി പുറത്തുവിട്ട വാർത്തയ്ക്ക് ഗൂഗിൾ മറുപടി നൽകി. മഹാത്മാഗാന്ധിയെ അപമാനിക്കുന്നതായി യാതൊന്നും കമ്മ്യൂണിറ്റികളിൽ ഇല്ലെന്നാണ് ഗൂഗിളിന്റെ മറുപടി. ഇതോടെ ഗൂഗിളിന്റെ അറിവോടെയാണ് ഓർക്കുട്ടിൽ ഇത്തരം കമ്മ്യൂണിറ്റികൾ പ്രചരിക്കുന്നതെന്ന് വ്യക്തമായിരിക്കുന്നു. മഹാത്മാഗാന്ധിയെ അപമാനിക്കുന്ന രീതിയിൽ ഗൂഗിളിന്റെ സോഷ്യൽ നെറ്റ്വർക്ക് സർവീസായ ഓർക്കുട്ടിൽ കമ്മ്യൂണിറ്റികൾ വ്യാപകമായി പ്രചരിക്കുന്നെന്ന ജയ്ഹിന്ദ് ടിവി വാർത്തയ്ക്കാണ് ഗൂഗിൾ മറുപടി നൽകിയിരിക്കുന്നത്. മഹാത്മാഗാന്ധിയെ അപമാനിക്കുന്നതായി യാതൊന്നും കമ്മ്യൂണിറ്റികളിൽ കണ്ടെത്താനായില്ലെന്ന് മറുപടിയിൽ പറയുന്നു. രാഷ്ട്രപിതാവിന്റെ ചിത്രങ്ങൾ വികൃതമാക്കി ഓർക്കുട്ട് വഴി പ്രചരിപ്പിക്കുന്നതിൽ തെറ്റില്ലെന്നാണ് അമേരിക്കൻ കമ്പനിയായ ഗൂഗിളിന്റെ നിലപാട്. ഗാന്ധിജിക്കെതിരെ വർഗീയ പരാമർശങ്ങൾ പോലും നടത്തുന്ന ഇത്തരം കമ്മ്യൂണിറ്റികൾ ഇപ്പോൾ നീക്കം ചെയ്യാനാകില്ലെന്നും ഗൂഗിൾ വ്യക്തമാക്കുന്നു. എന്നാൽ ഒരു വ്യക്തിയെയോ സ്ഥാപനങ്ങളെയോ അപമാനിക്കുന്ന രീതിയിൽ യാതൊന്നും ഇന്റർനെറ്റ് വഴി പ്രചരിപ്പിക്കരുതെന്ന് കേന്ദ്ര ടെലികോം അതോറിറ്റി കർശന നിർദ്ദേശം നൽകിയിരിക്കുമ്പോഴാണ് ഗൂഗിൾ ഈ നിയമം പരസ്യമായി ലംഘിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ മഹാത്മാഗാന്ധിയെ അപമാനിച്ചുകൊണ്ടുള്ള ഇത്തരം കമ്മ്യൂണിറ്റികൾ പ്രചരിക്കുന്നതിൽ തെറ്റില്ലെന്ന ഗൂഗിളിന്റെ വാദം അംഗീകരിക്കാനാകില്ല. മുൻപ് ഐ ഹേറ്റ് ഇന്ത്യ എന്ന കമ്മ്യൂണിറ്റി ഓർക്കുട്ടിലൂടെ പ്രചരിച്ചപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഗൂഗിളിനോട് ഇത്തരം കമ്മ്യൂണിറ്റികൾ പ്രോത്സാഹിപ്പിക്കരുതെന്ന് ആവശ്യപ്പെട്ടതാണ്. കമ്മ്യൂണിറ്റി പിൻവലിച്ചില്ലെങ്കിൽ ഓർക്കുട്ട് ഇന്ത്യയിൽ നിരോധിക്കുമെന്നും ഗൂഗിളിനെ കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചിരുന്നു. ഇതിനെ തുടർന്ന് ഐ ഹേറ്റ് ഇന്ത്യ എന്ന കമ്മ്യൂണിറ്റി പിൻവലിച്ചാണ് അന്ന് ഗൂഗിൾ നിരോധനം ഒഴിവാക്കിയത്. കൂടാതെ നിയമങ്ങൾ പാലിക്കാത്തതിന്റെ പേരിൽ പല ഗൾഫ് രാജ്യങ്ങളിലും ഓർക്കുട്ടിനിപ്പോഴും നിരോധനം നിലനിൽക്കുകയാണ്. ഇതെല്ലാം അവഗണിച്ചാണ് രാഷ്ട്രപിതാവിനെ അപമാനിച്ചുകൊണ്ടുള്ള കമ്മ്യൂണിറ്റികളെ ഇന്ത്യയിൽ ഓർക്കുട്ട് പ്രോത്സാഹിപ്പിക്കുന്നത്. കേന്ദ്ര ടെലികോം മന്ത്രാലയം സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് ഗൂഗിളിനെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. ആർ രാജീവ്, ജയ്ഹിന്ദ് ന്യൂസ്, കൊല്ലം. വിഷയത്തിൽ പ്രതികരണങ്ങളുമായി മാധ്യമപ്രവർത്തകനായ രാഹുൽ ഈശ്വർ. മജ്ജയും മാംസവും കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഇത്തരത്തിലുള്ള ഒരാൾ ഭൂമുഖത്ത് ജീവിച്ചിരുന്നതായി വരും തലമുറയിൽ വിശ്വസിച്ചെന്ന് വരില്ല എന്നാണ് ഐൻസ്റ്റീൻ മഹാത്മജിയെ കുറിച്ച് പറഞ്ഞത്. ഒരുപക്ഷെ നമ്മുടെ നാടിൻ്റെയും പ്രശ്നം അതാണ്, പലരും അല്ലെങ്കിൽ ലോകത്തിൻ്റെ പ്രശ്നം അതാണ്. അത്രയും മഹാനായ ഒരാൾ ജീവിച്ചിരുന്നത് നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് ചിന്തിക്കാൻ കഴിയും. നിയമപരമായ തടസ്സങ്ങൾ കാണാം, അമേരിക്കൻ നിയമവും ഇന്ത്യൻ നിയമത്തിൻ്റെയും പ്രശ്നമുണ്ട്. ഇവിടെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഈ തരുണത്തിൽ ശ്രീ പ്രതാപൻ MLA-യും ജയ്ഹിന്ദ് ടിവിയെ അഭിനന്ദിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, നമുക്ക് കാര്യമായി ശക്തമായി ഇന്ത്യക്കാർക്ക് ചെയ്യാൻ കഴിയുന്നത് ഒരു കമ്മ്യൂണിറ്റി ക്ലോസ് ഡൗൺ ചെയ്യണമെങ്കിൽ 1000 പേർ, വെറും 1000 പേർ പ്രൊട്ടസ്റ്റ് ചെയ്താൽ മതി. നമ്മൾ 100 കോടി ജനങ്ങളുണ്ട്. അതുകൊണ്ട് ഇത്തരം കമ്മ്യൂണിറ്റികൾക്കെതിരെ വ്യാപകമായി നമ്മൾ പ്രതിഷേധവും പ്രൊട്ടസ്റ്റും രേഖപ്പെടുത്തണം. ആ പ്രതിഷേധങ്ങളിലൂടെ ജയ്ഹിന്ദിന്റെ ഈ വാർത്ത വന്നതിൽ പിന്നെ ഞാൻ തന്നെ പല സുഹൃത്തുക്കളെയും വിളിച്ച് പറയുകയുണ്ടായി, നമ്മൾ പ്രതിഷേധിക്കണം. കാര്യം ആവിഷ്കാര സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്, വിമർശന സ്വാതന്ത്ര്യമുണ്ട്. മഹാത്മാഗാന്ധിജിയെ വിമർശിക്കാം, ആരും എതിരെയല്ല. പക്ഷേ വിമർശനമല്ല വിദ്വേഷം. ഇത് ഹെയ്റ്റ് കമ്മ്യൂണിറ്റീസ് ആണ്, ഹെയ്റ്റ് സ്പീച്ചസ് ആണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളെയും നമ്മുടെ നാട്ടിലെ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും അംഗീകരിക്കുന്ന, കാശ്മീർ മുതൽ കന്യാകുമാരി വരെ, ഗുജറാത്ത് മുതൽ ആസാം വരെ അംഗീകരിക്കുന്ന ഒരു ഐക്യനാണ് മഹാത്മജി. അദ്ദേഹത്തോട് എതിരഭിപ്രായം ഉള്ളപ്പം തന്നെ ശ്രീ സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹത്തെ ഫാദർ ഓഫ് ദി നേഷൻ എന്ന് വിളിക്കുകയുണ്ടായി. അപ്പോൾ അത്രയും മഹാനായ ഒരു മനുഷ്യനെ മലീമസമാക്കാൻ, വക്രീകരിച്ച് ചിത്രീകരിക്കാൻ, ചിത്രങ്ങൾ പോലും മാറ്റാൻ, ഇത്തരണത്തിൽ മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിക്കാനുള്ളത്, ഒരു പോൾ ഡാൻസും ഇതുപോലെ വന്നിരുന്നു. അതായത് US-ലെ ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ മഹാത്മജിയെ പോലൊരാൾ ഡ്രസ്സ് ധരിച്ചു വന്ന് ഒരു വഴിയുടെ മുമ്പിൽ വന്ന് അസഭ്യമായ പോൾ ഡാൻസ്, ഞങ്ങളെല്ലാം അതിനെതിരെ കംപ്ലൈന്റ് ചെയ്യുകയും അത് പിൻവലിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇന്ത്യക്കാർക്ക് നിയന്ത്രിക്കാൻ കഴിയും ഇന്ന് ഇന്റർനെറ്റ്. അത്രയധികം ജനസംഖ്യ നമുക്കുണ്ട്. വ്യാപകമായി കംപ്ലൈന്റ് ചെയ്യുക, ഇത് നമ്മുടെ രാജ്യത്തിന്റെയും നമ്മുടെ ആത്മാഭിമാനത്തിന്റെയും പ്രശ്നം. രാഹുൽ, വൈകാരികമായ ഒരു ചോദ്യമാണ്. നേരത്തെ ശ്രീ TN പ്രതാപൻ MLA-യോട് ഉന്നയിച്ചത് തന്നെ, ഇന്ത്യക്കാരന് ഇത്തരത്തിലൊരു കമ്മ്യൂണിറ്റിയുടെ ആവശ്യം ഉണ്ടായിട്ടുണ്ടോ? എന്തുകൊണ്ട് ഇന്ത്യ ഇത്തരത്തിൽ 1000 പേർ റിപ്പോർട്ട് അബ്യൂസ് ചെയ്താൽ ഒരു കമ്മ്യൂണിറ്റി ബാൻ ചെയ്യുന്ന സ്ഥിതിവിശേഷം ഉള്ളപ്പോൾ ഇന്ത്യക്കാരന് ഇത്തരം ഒരു കമ്മ്യൂണിറ്റിയുടെ ആവശ്യമുണ്ടോ? രാഹുൽ, നമ്മൾ വളരെ സെൻസിബിളും ബാലൻസുമായിട്ട് ഡീൽ ചെയ്യണം. ഗൂഗിളിന്റെ ജനകീയത, ഗൂഗിളിന്റെ വിശ്വവ്യാപകമായ പ്രചാരം, അതോടൊപ്പം ഓർക്കുണ്ടിന്റെ ജനകീയത, ഇതെല്ലാം നമ്മൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഇതിനെ തടയുന്നതിന് അതിൻ്റെതായ പരിമിതികളുണ്ട്. പക്ഷേ നമുക്ക് ചെയ്യേണ്ടത് അവരെ നമ്മുടെ വഴിക്ക് വരുത്തുക എന്നുള്ളതാണ്. ഈ കാര്യങ്ങൾ ഒരുപക്ഷെ, അതായത് വൈകാരികമായി നമുക്ക് ബാൻ ചെയ്യണം എന്നുള്ള ചിന്തകൾ എനിക്കും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം ഗൂഗിളിന്റെ സാർവത്രികമായ അക്സെപ്റ്റൻസ് ഓർക്കുട്ട് കോടിക്കണക്കിന് ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ചെയ്യേണ്ടത് ഇവരെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരിക. ചൈനയെ പോലെ അന്ധമായി ബാൻ ചെയ്യുകയല്ല, അതേപോലെ രാജ്യമല്ല നമ്മുടേത്. നമ്മൾ സ്വാതന്ത്ര്യത്തിൽ വിശ്വസിക്കുന്നു, ലിബർട്ടിയിൽ വിശ്വസിക്കുന്നു. പക്ഷേ റെസ്പോൺസിബിലിറ്റിയാണ് ലിബർട്ടിയേക്കാൾ പ്രാധാന്യം. ഫ്രീഡം വിത്തൗട്ട് റെസ്പോൺസിബിലിറ്റിയിലല്ല ഇന്ത്യക്കാരൻ വിശ്വസിക്കുന്നത്. ഇന്ത്യക്കാരൻ വിശ്വസിക്കുന്നത് ഉത്തരവാദിത്തത്തോടു കൂടിയുള്ള സ്വാതന്ത്ര്യം എന്ന സങ്കല്പത്തിലാണ്. നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ ദേശീയത, മഹാത്മാഗാന്ധി, നമ്മുടെ രാഷ്ട്രത്തിന്റെ വൈവിധ്യപൂർണ്ണമാർന്ന സംസ്കാരം, നമ്മുടെ മതസൗഹാർദ്ദം, ഇത്തരം എല്ലാ സങ്കല്പങ്ങളും ഒരുമിച്ച് നിൽക്കുന്നു. അതുകൊണ്ട് വൈകാരികവും അതോടൊപ്പം വൈചാരികവുമായി വിചാരവും വികാരവും വെച്ച് സമചിത്തതയോട് ഇതിൽ പ്രതികരിക്കുകയും ഗൂഗിളിനെയും ഓർക്കുട്ടിനെയും നമ്മുടെ വഴിക്ക് കൊണ്ടുവരികയും ചെയ്യണം. അതാണ് നമ്മൾ ബുദ്ധിപൂർവ്വം ചെയ്യുന്നത്.